ശബരിമല വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ രീതിയിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിലാകമാനം CPM അഭിമാന പോരാട്ടമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലടക്കം CPM തോറ്റു തൊപ്പിയിടുമെന്നാണ് BJP ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പത്തനംതിട്ടയിൽ മാത്രം തങ്ങൾക്ക് അഭിമാന പോരാട്ടമാണെന്നും അതിന് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന അണിയറയിൽ ഒരുക്കങ്ങൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ CPM. എന്നാൽ BJP തന്ത്രസമാജത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും നിർത്തുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ CPM ഏത് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ശബരിമല വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പ്രധാന പ്രചാരണ വിഷയമായി ഉയരുമെന്ന് ഉറപ്പായിരിക്കെ കൊല്ലത്തും പത്തനംതിട്ടയിലും ഇതര മേഖലകളിൽ പ്രശസ്തരായ വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കി പോരാട്ടം കടുപ്പിക്കാൻ CPM ആലോചിക്കുന്നതായി സൂചനകൾ. ഇക്കാര്യം നേതാക്കൾ സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അണിയറയിൽ ചർച്ചകൾ നടക്കുന്നുവെന്നാണ് വിവരം. ശബരിമല വികാരം വോട്ടാക്കി മാറ്റാൻ BJPയും കോൺഗ്രസും ശ്രമിക്കുമ്പോൾ അതിനൊത്ത സ്ഥാനാർത്ഥികളെയാണ് CPM തേടുന്നത്. ശബരിമല വിഷയത്തിൽ CPM NSS നേതൃത്വങ്ങൾ കൊമ്പുകോർത്തത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. എന്നാൽ ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് CPM ഈ ജില്ലകളിൽ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചനകൾ. കൊല്ലത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാലിന്റെ പേരാണ് സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി മറ്റു ചിലരെയും പരിഗണിച്ചേക്കാമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന കൊല്ലത്ത് പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മതിയെന്ന അഭിപ്രായവും CPM ജില്ലാ ഘടകത്തിൽ ഉയരുന്നുണ്ട്. കൊല്ലം ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ജയിച്ച സാഹചര്യവും അതിൽ 2ഇടത്ത് മന്ത്രിമാരും ഉള്ളതിനാൽ ഇക്കുറി വിജയിച്ചു കയറാമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം. ശബരിമല വിഷയം കത്തി നിന്ന ജില്ല എന്ന നിലയിൽ പത്തനംതിട്ടയിൽ അഭിമാന പോരാട്ടമാണ് CPM ലക്ഷ്യമിടുന്നത്. അതിന് പറ്റിയ കരുത്തനായ സ്ഥാനാർത്ഥിയാകും ഇക്കുറി രംഗത്തിറക്കുക. കോൺഗ്രസ് വിട്ടുവന്ന പീലിപ്പോസ് തോമസിനെയാണ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയാക്കിയത്. പത്തനംതിട്ടയിൽ തന്ത്രി കുടുംബാംഗത്തെ രംഗത്തിറക്കി പോരാട്ടം കടുപ്പിക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെന്ന സൂചനയുമുണ്ട്. കോൺഗ്രസിൽ നിന്ന് സിറ്റിംഗ് MP ആന്റോ ആന്റണി വീണ്ടും മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ത്രികോണ മത്സരത്തിനകം പത്തനംതിട്ട ഇക്കുറി കളമൊരുങ്ങുക. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.